ഇതുകൊണ്ടൊന്നും തീർന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബാപ്പനെ സംബന്ധിച്ചും ഉമ്മനെ സംബന്ധിച്ചും നബിയെ കുറിച്ച് പയ്യനെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് മതിയായില്ല. നബിയുടെ ജാറം കള്ളജാറമാണെന്ന് പറഞ്ഞിട്ട് മതിയായില്ല. സുബ്ഹാനല്ലാഹ് സഭ കുടിയിലോ എന്ന് പറഞ്ഞ് മതിയായില്ല. ആ ജാറം തകർക്കൂ എന്ന് പറഞ്ഞ് മതിയായില്ല. അവിടുന്നും വിട്ടു നബിയുടെ ബാപ്പനെയും ഉമ്മനെയും പറയുന്നത് കേട്ടോ. നബിയുടെ ബാപ്പയും ഉമ്മയും കൊണ്ടുള്ള കുടുംബത്തില എന്താ പറഞ്ഞിട്ടും ഒക്കെ നരകത്തില്ല. എന്റെ വാപ്പ റസൂലുള്ളാഹിന്റെ അമ്മ കൊണ്ടുള്ള കുടുംബത്തില എന്താ പറഞ്ഞിട്ടും ഒക്കെ നരകത്തില്ല. ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, എന്റെ വാപ്പ എവിടെയാണ്? അവനക്ക് പറഞ്ഞു, പിന്നെ നരകത്തിലാണ് നിന്റെ വാപ്പ. അത് കേട്ട മനുഷ്യൻ കരഞ്ഞോണ്ട് ഇറങ്ങിപ്പോയി. റസൂലുള്ളാഹിയെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, കരയണ്ട കരയണ്ട, അബീ വഅബാക ഫിന്നാർ, അബീ വഅബാക ഫിന്നാർ. എന്റെ വാപ്പ എന്റെ വാപ്പയും നരകത്തിലാണ്. ജീവിതത്തിൽ ഒരിക്കലും മണ പറയാത്ത എനിക്ക് വാപ്പാനോട് വിരോധമോ? അല്ലാഹു വഹീപ്പെടുത്തു, അബീ വഅബാക ഫിന്നാർ. എന്റെ വാപ്പയും നിന്റെ വാപ്പയും നരകത്തിലാണടാ. കണ്ടില്ലേ? വാസ്തവത്തിൽ ആ ഹദീസിന്റെ അർത്ഥവും വ്യാഖ്യാനവും മാറ്റിയതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് ഒരാൾ വന്നിട്ട് എന്റെ ബാപ്പ എവിടെയെന്ന് ചോദിച്ചപ്പോൾ നരകത്തിലാണെന്ന് പറഞ്ഞ് അദ്ദേഹം കരഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ പിതൃ സഹോദരനായ അബൂ താലിബ്, ആ അബൂ താലിബ് നരകത്തിൽ കിടക്കുമെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിനെ അത് അദ്ദേഹത്തിന്റെ മനസ്സിനൊരു ചെറിയ സമാധാനം കിട്ടാൻ വേണ്ടി പിതൃ സഹോദരനായ അബൂ താലിബിനെ സംബന്ധിച്ച് ഇന്ന അബീ വഅബാക ഫിന്നാർ എന്ന് എളാപ്പാനെ സംബന്ധിച്ചും മൂത്താപ്പനെ സംബന്ധിച്ചും ബാപ്പ എന്ന് പറയുന്ന സ്വഭാവം നമ്മളെ നാട്ടിലും പലപ്പോഴും ഉണ്ടല്ലോ. ആ നിലക്ക് പറഞ്ഞതാണതെന്ന് ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ലേ? അതേ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ബഹുമാനപ്പെട്ട ഒരു ഹദീസ് മുസ്ലിമിൻ, ഖാല റജുലുൻ ഐന അബീ യാ റസൂലല്ലാഹ് ഖാല ഫിന്നാർ ഫലമ്മാ വല്ലാദ ഫഖാല ഇന്ന അബീ വഅബാക ഫിന്നാർ യതഅയ്യനു തഅവീലുഹു. ഈ എന്റെ ബാപ്പയും നിന്റെ ബാപ്പയും നരകത്തിലാണെന്ന് വാക്യാർത്ഥം വരുന്ന ഈ ഹദീസ് അതിന് വ്യാഖ്യാനിക്കൽ നിർണയമാണ്, നിർബന്ധമാണ്. അതിന്റെ വ്യാഖ്യാനം പറയാണ്, അന്നഹു അറാദ ബിഅബീഹി അമ്മഹു അബാ താലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ബാപ്പ എന്നിവിടെ പ്രയോഗിച്ചത് അതേ പിതൃ സഹോദരനായ അബൂ താലിബിനെ സംബന്ധിച്ചാണ്. ലിമാ തഖററ അന്നൽ അറബ തുസമ്മി അമ്മ അബൻ. അതേ അറബികള് പിതൃ സഹോദരനെ സംബന്ധിച്ച് അബു എന്ന് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ വ്യാഖ്യാനം എന്നതിന് എന്താണ് തെളിവ് എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ അതിന്റെ മറുപടി ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു പറയാണ്, വഖരീനത്തുൽ മജാസി ഫീഹി. അതിലങ്ങനെയാണ് അതിന്റെ അർത്ഥം എന്നതിന്റെ തെളിവ് അൽ ആയത്തുൽ ആതിയത്തു ഷാഹിദത്തു ബിഖിലാഫിഹി അലാ സഹി മഹാമിലിഹാ ഇൻദ അഹ്ലി സുന്നah. അത് ആ ഹദീസിന്റെ അർത്ഥം അങ്ങനെയാണെന്നതിന് തെളിവ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലുള്ള ആയത്താണ്. ആയത്തിനെതിരായി ഹദീസ് വരൂല, ഖുർആനിനെതിരായി റസൂലുള്ള പറയൂല. ഖുർആനിൽ അല്ലാഹു എന്താ പറഞ്ഞത്? മഹാനവറുകൾ പറയാണ്,